ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾക്ക് പിന്നാലെ കടുത്ത നടപടിയുമായി അമേരിക്ക. കഴിഞ്ഞ ദിവസം നടന്ന ആണവായുധ പരീക്ഷണത്തിന് പിന്നാലെ വമ്പൻ സൈനികാഭ്യാസവും വ്യോമ പ്രകടനവുമാണ് നദാൻസ് ന്യൂക്ലിയർ പ്ലാന്റിന് സമീപം ഇറാൻ നടത്തിയത്. ഇപ്പോൾ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത വരുന്നു. ഏറ്റവും മാരകമായ ഏറ്റവും ആധുനികമായ ഫോർബിഡബിൾ 358 കിൽ ബേർഡ് മിസൈലുകൾ ഇറാൻ പരീക്ഷിച്ചിരിക്കുന്നു. ഭൂഗർഭ വ്യോമ മിസൈലാണ് കിൽ ബേർഡ് എന്നറിയപ്പെടുന്ന ഫോർബിഡബിൾ 358 എന്ന മിസൈൽ. ഏറ്റവും ആധുനികമായ ഈ മിസൈൽ ആദ്യമായി പരീക്ഷിച്ചിരിക്കുകയാണ് ഇറാൻ എന്ന വിവരം പുറത്തു വരികയാണ്. ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും. ഇറാൻ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ നടത്തിയത് അതിമാരകമായ ആയുധ പരീക്ഷണങ്ങളാണ്. നദാൻസ് ന്യൂക്ലിയർ പ്ലാന്റിന് ചുറ്റും കഴിഞ്ഞ ദിവസം ആയുധ അഭ്യാസവും ആണവ പരീക്ഷണവും നടത്തിയെങ്കിൽ ഇന്നിതാ ഏറ്റവും പ്രധാനപ്പെട്ട അതിമാരകമായ ഭൗമ വ്യോമ മിസൈൽ ഇറാൻ പരീക്ഷിച്ചിരിക്കുന്നു. ശത്രുക്കളുടെ ഫൈറ്റർ ജെറ്റുകളെ, ഹെലികോപ്റ്ററുകളെ, ഡ്രോണുകളെ, അത്തരത്തിൽ വ്യോമമാർഗമുള്ള ഏതു പ്രതിരോധങ്ങളെയും ഏത് ആക്രമണങ്ങളെയും ചെറുക്കാൻ കഴിവുള്ളതാണ് 358 കിൽ ബേർഡ് മിസൈലുകൾ എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മിസൈലിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ ഇറാൻ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ 28,000 മുതൽ 30,000 അടി വരെ ഉയരത്തിൽ അതിവേഗത്തിൽ പോകാനും ഈ ഉയരത്തിലൂടെ പോകുന്ന ശത്രുക്കളുടെ ഫൈറ്റർ ജെറ്റുകളെയും അതുപോലെ ഹെലികോപ്റ്ററുകളെയും അതുപോലെ സൈലന്റ് കില്ലർമാരായ ഡ്രോണുകളെയും കില്ലിംഗ് ഡ്രോണുകളെയും ഒക്കെ നിഷ്പ്രയാസം കണ്ടെത്താനും അവയെ നശിപ്പിക്കാനുമുള്ള കഴിവാണ് കിൽ ബേർഡ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഫോർബിഡബിൾ 358 എന്ന മിസൈലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇറാൻ ഏറ്റവും ആധുനികമായി നിർമ്മിച്ച മിസൈലാണിത്. ആ മിസൈലിൻ്റെ പരീക്ഷണം വിജയകരമായി ഇറാൻ നടപ്പാക്കിയെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. നദാൻസ് ന്യൂക്ലിയർ പ്ലാന്റിന് സമീപം വൻ സൈനിക വിന്യാസം, സൈനിക അഭ്യാസ പ്രകടനം ഇറാൻ നടത്തുകയാണ്. ഇത് കരുതലോടെ കാണുകയാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ചാരക്കണ്ണുകൾ. ഓരോ ഇറാൻ നീക്കവും ഒപ്പിയെടുക്കുന്നുണ്ട് എന്നതാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 2 ദിവസം മുമ്പാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ അമേരിക്ക നിർദ്ദേശിച്ചത്. അമേരിക്കയുടെ തീരുമാനം ജോ ബൈഡൻ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിക്കുകയായിരുന്നു. ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഇടങ്ങൾ, ആണവ പദ്ധതിക്ക് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ തന്നെ പലയിടങ്ങളിലായി സമാഹരിക്കുകയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത്. ഈ മേഖലകളിലേക്ക് അതിശക്തമായ ഒരു ആക്രമണം നടത്തണം, ഈ മേഖലകളിലേക്ക് അതിമാരകമായ ഒരു ആക്രമണം നടത്തണം. ഇറാനിലേക്ക് അമേരിക്ക കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അമേരിക്ക നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ഓപ്പറേഷൻ, ഈ ഓപ്പറേഷനിലൂടെ തന്നെ ഇറാൻ്റെ നടുവൊടിക്കാൻ കഴിയുമെന്ന് അമേരിക്കയും ഇസ്രായേലും കണക്ക് കൂട്ടുന്നു. എന്നാൽ ഇറാനിലെ ഈ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ വന്നതിന് 2 ദിവസം ശേഷമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് വളരെ പ്രകോപനകരമായ രീതിയിലുള്ള ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറാൻ തങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിൽ ആണവായുധ പരീക്ഷണം നടത്തിയെങ്കിൽ അതിനു പിന്നാലെ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനങ്ങളും സർഫസ് ടു സർഫസ് മിസൈലിൻ്റെ പരീക്ഷണവും ഇപ്പോൾ ഇതാ കിൽ ബേർഡ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഫോർബിഡബിൾ 358 എന്ന ഭൗമ വ്യോമ മിസൈലിൻ്റെ പരീക്ഷണവും നടത്തിയിരിക്കുന്നു. അങ്ങനെ തങ്ങളുടെ കയ്യിലുള്ള പ്രധാനപ്പെട്ട വജ്രായുധങ്ങളെല്ലാം പുറത്തെടുത്തുകൊണ്ട് തങ്ങളുടെ സൈനിക ശേഷിയെക്കുറിച്ച്, സൈനിക ശക്തിയെക്കുറിച്ച് ശത്രു രാജ്യങ്ങൾക്ക് അറിയിപ്പ് കൊടുക്കുകയാണ് ഇറാന്റെ ഈ നീക്കങ്ങൾ വളരെ കരുതലോടെ വീക്ഷിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും. ഇപ്പോൾ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ പെന്റഗണിൽ നിന്നും പുറത്തു വരികയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയുമായി ടെലിഫോണിൽ സംസാരിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണം ഇറാനിലേക്ക് ഉണ്ടാകുന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. ഇനിയും കാത്തിരുന്നാൽ ഇറാൻ കൂടുതൽ ആയുധങ്ങൾ ശേഖരിക്കുമെന്നും ഇറാനിലേക്ക് റഷ്യയിൽ നിന്നും ഉത്തര കൊറിയയിൽ നിന്നും വൻ ആയുധ ശേഖരം എത്താനുള്ള സാധ്യതയുണ്ടെന്നും ഇസ്രായേലും അമേരിക്കയും കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇറാനെതിരെ ഒരു ആക്രമണം നടത്തണമെങ്കിൽ എത്രയും വേഗം ഇറാനെ ആക്രമിച്ച് നശിപ്പിക്കുക. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ, ഇറാന്റെ എണ്ണപ്പാടങ്ങൾ, എണ്ണ ശുദ്ധീകരണ ശാലകളൊക്കെ തന്നെ ആക്രമിച്ച് നശിപ്പിക്കുക.
ഇറാൻ എന്ന രാജ്യത്തെ ആക്രമിച്ച് നശിപ്പിച്ചാൽ പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ വേരറുക്കാനാകുമെന്നാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കണക്കുകൂട്ടൽ. 2 ദിവസം മുമ്പാണ് ജോ ബൈഡൻ, അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ, വളരെ ഗൗരവമുള്ള ഒരു നിർദ്ദേശം ഇസ്രായേലിന് മുന്നിൽ വച്ചത്. നിങ്ങൾ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കൂ, ഞങ്ങൾ ഒപ്പമുണ്ട്. ഇനി ഇറാൻ എന്ന രാജ്യം, ആയത്തുള്ള അലി ഖമീനി എന്ന ആ പരമോന്നത നേതാവ്, അവരൊന്നും തന്നെ ഇനി ഭീകരവാദത്തിനെ പിന്തുണയ്ക്കാൻ ഉണ്ടാകരുത് ഭൂമുഖത്ത്. ഇതായിരുന്നു അമേരിക്കയുടെ നിർദ്ദേശം ഇസ്രായേലിനോട്. ഈ നിർദ്ദേശം വന്നതിന് പിന്നാലെ ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ വ്യോമസേനയ്ക്ക് കർശനമായ നിർദ്ദേശം നൽകി, കരുതിയിരിക്കാനുള്ള നിർദ്ദേശം നൽകി. അത്തരത്തിൽ വ്യോമസേന ഇറാനിലെ ആണവശാലകളുടെ, ആണവ കേന്ദ്രങ്ങളുടെ ഒക്കെ കൃത്യമായ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി കാത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇതിന് പിന്നാലെയാണ് വൻതോതിലുള്ള ആണവ പരീക്ഷണവും സർഫസ് ടു സർഫസ് മിസൈൽ പരീക്ഷണവും. ഇപ്പോൾ ഇതാ കിൽ ബേഡ് എന്നറിയപ്പെടുന്ന 358 മിസൈലിൻ്റെ പരീക്ഷണവും ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇനിയും കാത്തിരിക്കാനാകില്ല എന്ന മുന്നറിയിപ്പ് തന്നെയാണ്, നിർദ്ദേശം തന്നെയാണ്, സന്ദേശം തന്നെയാണ് പെൻറ്റഗണിൽ നിന്ന് ജെറുസലേമിലേക്ക് എത്തിയിരിക്കുന്നത്. പെൻറ്റഗണും ജെറുസലേമും തമ്മിൽ ആശയവിനിമയം പൂർത്തിയായിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ഒന്നിക്കുകയാണ്. ഇറാൻ്റെ കഥ കഴിക്കാനുള്ള വമ്പൻ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ജെറുസലേമിൽ നിന്നും വാഷിംഗ്ടണിൽ നിന്നും മൂളിപ്പറക്കുന്ന ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ്റെ തലയ്ക്ക് മുകളിൽ വമ്പൻ സ്ഫോടനം നടത്തും, വമ്പൻ മിസൈലുകൾ അയക്കും, വൻ പ്രഹരശേഷിയുള്ള ബോംബുകൾ വർഷിക്കും. അങ്ങനെ ഇറാൻ എന്ന രാജ്യത്തെ പൂർണ്ണമായും തകർക്കാനുള്ള വമ്പൻ ആക്രമണത്തിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഉരുത്തിരിയുന്നത്. 2 ദിവസം മുമ്പാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ അമേരിക്ക നിർദ്ദേശിച്ചത്. അമേരിക്കയുടെ തീരുമാനം ജോ ബൈഡൻ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിക്കുകയായിരുന്നു. ഇറാൻ്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ, ഇറാൻ്റെ ആണവ പദ്ധതിയുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഇടങ്ങൾ, ആണവ പദ്ധതിക്ക് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ തന്നെ പലയിടങ്ങളിലായി സമാഹരിക്കുകയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത്. ഈ മേഖലകളിലേക്ക് അതിശക്തമായ ഒരു ആക്രമണം നടത്തണം, ഈ മേഖലകളിലേക്ക് അതിമാരകമായ ഒരാക്രമണം നടത്തണം. ഇറാനിലേക്ക് അമേരിക്ക കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ അമേരിക്ക നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ഓപ്പറേഷൻ, ഈ ഓപ്പറേഷനിലൂടെ തന്നെ ഇറാൻ്റെ നടുവൊടിക്കാൻ കഴിയുമെന്ന് അമേരിക്കയും ഇസ്രായേലും കണക്ക് കൂട്ടുന്നു. എന്നാൽ ഇറാനിലെ ഈ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ വന്നതിന് 2 ദിവസം ശേഷമാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന്